ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സമ്മാനങ്ങൾ കിട്ടാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണല്ലോ. സ്നേഹത്തോടെ ആരെങ്കിലും ഒരു കാര്യം തരുമ്പോൾ നമ്മളത് വളരെ സന്തോഷത്തോടു കൂടി വാങ്ങി സൂക്ഷിച്ചു വയ്ക്കും. എന്നാൽ യാക്കോബിന്റെ ലേഖനം 1:17 പറയുന്ന വചനം, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്നല്ല വരുന്നത്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന എല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. തുറന്നു നീട്ടുന്ന എല്ലാ കൈകളും അനുഗ്രഹത്തിൻ്റെതല്ല. ചില സമ്മാനങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ അനുഗ്രഹമാണെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അവ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു ഭാരവും ശാപവുമായിരിക്കും. നിങ്ങൾ ഒട്ടും ചിന്തിക്കാതെ സ്വീകരിക്കുന്ന ചില സമ്മാനങ്ങൾ, അത്ഭുതം തോന്നി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന ചില സാധനങ്ങൾ, അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കാനും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനും കാരണമാകും. 1 തെസ്സലോനിക്കർ 5:21 പറയുന്നു, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. ഒരു വിശ്വാസി എപ്പോഴും എന്ത് സ്വീകരിക്കണം, എന്ത് ഒഴിവാക്കണം എന്നൊരു വലിയ തിരിച്ചറിവോടെ ജീവിക്കണം. ആരെങ്കിലും തരുമ്പോൾ അല്ലെങ്കിൽ അത്ഭുതം തോന്നി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മുടെ വീടിൻ്റെ പടി കടത്താൻ പാടില്ലാത്ത ദൈവം കർശനമായി വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പല അസ്വസ്ഥതകളുടെ യഥാർത്ഥ കാരണം പിടികിട്ടും. വീഡിയോ മുഴുവനായി ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമല്ലാത്തതൊന്നും കടന്നു വരാൻ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, എന്ത് സ്വീകരിക്കണം, എന്ത് ഒഴിവാക്കണമെന്ന വലിയ തിരിച്ചറിവ് എനിക്ക് നൽകണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന തിന്മകൾക്ക് എതിരെയുള്ള നിങ്ങളുടെ ഭവനത്തിൻ്റെ ആദ്യത്തെ സംരക്ഷണമാകട്ടെ. നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ. ചിലർ വിദേശ രാജ്യങ്ങളിലോ ചില സ്ഥലങ്ങളിലോ പോകുമ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്ന് കരുതി ചില രൂപങ്ങൾ, തകിടുകൾ അല്ലെങ്കിൽ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ കൊണ്ടുവന്ന് വീടിൻ്റെ ഹാളിൽ വെക്കാറുണ്ട്. ചിലർ ഗിഫ്റ്റായി തരും. എന്നാൽ വചനം പറയുന്നു, അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങൾക്കൊരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അവ ശാപഗ്രസ്തമാണ്. എന്നാൽ വചനം പറയുന്നു, നോക്കൂ, എഫേസോസിലെ ജനങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ തങ്ങളുടെ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് പരസ്യമായി കത്തിച്ചു കളഞ്ഞുവെന്ന്. അവർ അത് വിലപിടിപ്പുള്ളത് ആണെന്ന് കരുതി വീട്ടിൽ സൂക്ഷിച്ചില്ല. സ്വർഗത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഇത്തരം ഇരുട്ടിൻ്റെ സാധനങ്ങൾക്ക് സ്ഥാനമില്ല. ഇരുട്ടിൻ്റെ ശക്തികളെ ആകർഷിക്കുന്ന ഇത്തരം സാധനങ്ങൾ ഇന്ന് തന്നെ എടുത്തു മാറ്റുക. 2, നിങ്ങളുടെ സമാധാനം കെടുത്തുന്നവ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്മാനം തരും, അല്ലെങ്കിൽ വലിയ ലാഭമുള്ള ഒരു ബിസിനസ് ഡീൽ തരും. വചനം പറയുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ദൈവം തരുന്ന അനുഗ്രഹമാണെങ്കിൽ അവിടെ ദുഃഖമോ അസ്വസ്ഥതയോ ഉണ്ടാകുകയില്ല. പക്ഷേ ഒരു സമ്മാനം സ്വീകരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും ഭാരവും തോന്നുന്നുവെങ്കിൽ, അവിടെ സമാധാനമില്ലെങ്കിൽ അത് ഒഴിവാക്കുക. വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞത നിർഭരരായിരിക്കുവിൻ. നിങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് കരുതി ആ അസ്വസ്ഥതയോടെ നിങ്ങളത് സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് വിനയാകും. 3, അന്ധകാരത്തിൻ്റെ പാരമ്പര്യങ്ങൾ.
പല വീടുകളിലും പൂർവികർ ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങൾ, ഉദാഹരണത്തിന് മന്ത്രവാദ തകിടുകൾ, നൂലുകൾ, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായ ചില ആഭരണങ്ങൾ തലമുറകളായി കൈമാറി വരാറുണ്ട്. എങ്ങനെ കളയുമെന്ന് കരുതി ചിലർ അതിനെ സൂക്ഷിക്കും. എന്നാൽ 1 പത്രോസ് 1:18 പറയുന്നു, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. അതെ, നിങ്ങളിപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. വചനം പറയുന്നു, അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്. പണ്ടുള്ളവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഇരുട്ടിൻ്റെ പാരമ്പര്യങ്ങൾ ഒരു വൈകാരികതയുടെയും പേരിൽ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കരുത്. 4. അന്യായമായി നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ. ഒരാൾ വളരെ ആഡംബരമുള്ള ഒരു സമ്മാനം അല്ലെങ്കിൽ വലിയൊരു തുക നിങ്ങൾക്ക് നൽകുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ അത് അഴിമതിയിലൂടെയോ വഞ്ചനയിലൂടെയോ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ അത് ഒരിക്കലും സ്വീകരിക്കരുത്. അന്യായമായി സമ്പാദിക്കുന്നതൊന്നും ജീവിതമധ്യത്തിൽ അവനെ പിരിയും. അവസാനം അവൻ വിഡ്ഢിയാകുകയും ചെയ്യും. അന്യായമായി ഉണ്ടാക്കിയ സമ്പത്ത് നിങ്ങളുടെ വീട്ടിൽ കയറ്റുമ്പോൾ നിങ്ങളും ആ അഴിമതിയിലൂടെ ആത്മീയ പങ്കാളി ആകുകയാണ്. അങ്ങനെയുള്ള പണം നിങ്ങളുടെ തലമുറയ്ക്ക് ശാപമായി മാറും. 5. വേദനകളിലേക്ക് പിടിച്ചു വലിക്കുന്ന സമ്മാനങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ ചില സാധനങ്ങൾ ഉണ്ടാകും. നിങ്ങളെ വഞ്ചിച്ചുപോയ ഒരാൾ തന്ന സമ്മാനം, അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായി തളർത്തിയ ബന്ധുക്കളോ സുഹൃത്തുക്കളോ തന്ന സമ്മാനങ്ങൾ. ഈ സാധനങ്ങൾ കാണുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പഴയ സങ്കടവും നിരാശയും ഓടിവരും. യെശയ്യാ പ്രവാചകൻ 43:18 മുതലുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നു. എന്നാൽ നിങ്ങൾ ആ പഴയ ഓർമ്മകളിലൂടെ ഇരുട്ടിൽ ജീവിക്കുകയാണോ? എന്നാൽ പിന്നിലുള്ളവയെ മറന്നിട്ട് മുന്നിൽ ഉള്ളവയിലേക്ക് കുതിക്കുന്നു. നിങ്ങൾക്ക് സങ്കടവും ഉത്കണ്ഠയും മാത്രം നൽകുന്ന ഇത്തരം സാധനങ്ങൾ വലിച്ചെറിയുക, അല്ലെങ്കിൽ കത്തിച്ചു കളയുക. നിങ്ങൾ സ്വതന്ത്രരായി മുന്നോട്ടു പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 6. നിങ്ങളുടെ സത്യസന്ധതയെ വിലപേശുന്ന ചില സമ്മാനങ്ങൾ. ചില സമ്മാനങ്ങൾ വെറും സമ്മാനങ്ങളല്ല, അതൊരു ചൂണ്ടക്കൊളുത്താണ്. നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി ഒരാൾ വലിയൊരു ഓഫർ തരുന്നു. പക്ഷേ അതിനു പകരം ഒരു അനീതിക്ക് കൂട്ടുനിൽക്കാനോ ഒരു കള്ളം പറയാനോ നിങ്ങളുടെ ധാർമ്മികതയെ പണയം വയ്ക്കാനോ അവർ ആവശ്യപ്പെട്ടാൽ അത് നിരസിക്കുക. പുറപ്പാട് 23:8 പറയുന്നു, കൈക്കൂലി വാങ്ങരുത്. അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മർക്കോസ് 8:36. അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും പിശാച് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. പക്ഷേ അതിനു പകരം നിങ്ങളുടെ സത്യസന്ധത അവൻ ചോദിക്കും. നിങ്ങളുടെ ആത്മാവിനേക്കാൾ വലുതല്ല ഈ ലോകത്തിലെ ഒരു സമ്മാനവും. സഹോദരങ്ങളെ, എല്ലാം സ്വീകരിക്കുക എന്നത് എളിമയുടെ ലക്ഷണമല്ല, മറിച്ച് എന്ത് വേണ്ടെന്ന് വെക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അതിരുകളെയും ആത്മീയ പക്വതയുമാണ് കാണിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ വീടിന് പുറത്തു നിർത്തുക. അതോടെ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റമുണ്ടാകും. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.